ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായത്തിനടുത്ത് മതപുരം എന്ന മലയോര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻറ്ററിലാണ് യാത്ര. ഈ സ്ഥലം എൻ്റെ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. തമ്പുരാൻ പാറ പോകുന്ന വഴി ഒരു സരസ്വതി ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ തമ്പുരാട്ടിപ്പാറ എത്തണമെങ്കിൽ 108ഓളം പടി കയറിയാലേ എത്തൂ. ഈ പ്രദേശത്ത് ഒരു ശിവന്റെ അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ചെന്ന് കയറുന്നത് തമ്പുരാൻ പാറയിലേക്കാണ്. അതിന് തൊട്ടു മുകളിലായിട്ടാണ് തമ്പുരാട്ടിപ്പാറ. വളരെ മനോഹരമായി ഈ പ്രദേശത്ത് നിരവധി ടൂറിസ്റ്റുകളും വന്നു പോകുന്നുണ്ട്. നമ്മൾ റബ്ബർ അങ്ങനെയുള്ള മരങ്ങളെല്ലാം താണ്ടിയാണ് തമ്പുരാട്ടിപ്പാറയിലും തമ്പുരാൻ പാറയിലും എത്തുന്നത്. ഇപ്പോൾ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മലകളും മലയോര പ്രദേശമാണ്. വലിയ പാറയും നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ നല്ല രസമായിരിക്കും. ടിക്കറ്റിന് പൈസ ഒന്നും കൊടുക്കണ്ട, ടിക്കറ്റും എടുക്കണ്ട, എല്ലാം ഫ്രീ ആണ്. പക്ഷെ കുറേ കയറിയാലേ എത്തൂ. കണ്ടോ, ഇഷ്ടം പോലെ പോകുന്നത് നടന്ന്. പക്ഷേ ആദ്യമൊക്കെ ഇവിടെ വേസ്റ്റ് ഇല്ലെന്നാണ് പറയണത്. ഇപ്പോൾ കുറേ വേസ്റ്റും പ്ലാസ്റ്റിക്കും പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്പും ഉണ്ട്, അല്ലാതെ നിരപ്പായ സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ നടന്നു പോകുമ്പം അതിൻ്റെ അപ്പുറത്ത് ഒരു തുളസി തറയുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ ആ സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. കണ്ട, നമ്മൾ സ്റ്റെപ്പ് കയറി പോണത്. ആദ്യം നടക്കുമ്പോൾ തളരും, പിന്നെ മുകളിലൊക്കെ എത്തുമ്പം ക്ഷീണം എല്ലാം മാറും. നല്ല ഭംഗിയാ കാണാൻ. കണ്ട, പിന്നെ അല്ലാതെ കുറേ ചെടിയൊക്കെ അതിൻ്റെ അപ്പുറത്ത് പണ്ടൊക്കെ വരുന്നത് അങ്ങനെ ഒരു ഓറഞ്ച് കളറിലെ കായുള്ള ഒരു ചെടിയൊക്കെ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ വലത് സൈഡിൽ. കണ്ടോ, നല്ല ഭംഗിയാ ആ ചെടി കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ചെടി, അറിയാത്ത ആരുമില്ലല്ലോ. ഇതിൻ്റെ അപ്പുറത്തോട്ട്, നമ്മളിപ്പോൾ നടന്നതിൻ്റെ അപ്പുറത്തോട്ടും ഉണ്ട് പാറ. അവിടെ നമുക്ക് കയറാൻ പറ്റും. അത് ഇതിലേക്കൂടെ നമ്മൾ ഫ്രണ്ടിൽ കൂടെ പോയി ഇങ്ങനെ വളവ് പോലെയൊക്കെ വന്നിട്ട് അങ്ങനെ പോകാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് തമ്പുരാൻ പാറയുടെ കുളത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കുളം കാണാം. ഒരു ചെറിയ കുളമാണ്, പക്ഷേ ആഴം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂല. അതുകൊണ്ട് കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പം സൂക്ഷിച്ച് നമുക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റും കുളം കാണാൻ. കണ്ട, കുളം അറിയാൻ പറ്റൂല, കൊച്ചുങ്ങൾ കാലൊക്കെ തെറ്റി വീഴണമെങ്കിൽ. പിന്നെ നമ്മൾ പാറയൊക്കെ സുരക്ഷിതമാണ്, നമുക്കിങ്ങനെ കമ്പി വെച്ചിട്ടുണ്ട്. അപ്പം സുരക്ഷിതമായിട്ട് നടന്നാൽ താഴോട്ട് പോകില്ല. പിന്നെ പോകുന്ന വഴിക്ക് താണ്ട തറയിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ട്. മഴയാണോ അതോ അല്ലാതെ കുളം പോലെ നേരത്തെ കാണിച്ച അതിൻ്റെ വേറെ ഒരു വെള്ളമാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, അറിഞ്ഞുകൂടാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല പച്ച കളറിലെ പുല്ലും നല്ല ഭംഗി, തറയിൽ അങ്ങനെ പുല്ലൊക്കെ പറ്റി കിടക്കണത് കാണാൻ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ടോയ്ലറ്റിന് വേണ്ടി കെട്ടിയ ഒരു കെട്ടിടമുണ്ട്, കണ്ടില്ലേ? പക്ഷേ ആ ടോയ്ലറ്റിനകം മൊത്തം മലിനമായാണ് കിടക്കണത്. ഇത് പറഞ്ഞിട്ട് വേറെ ഒന്നും തോന്നല്ലേ. കണ്ട, ഇനി അടുത്ത് ഈ പാറ വെച്ചുള്ള സ്റ്റെപ്പും അതെല്ലാം കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകുന്ന വഴിക്ക് അടുത്തൊരു പാറയിൽ കയറും. ഇനിയാണ് നമ്മൾ തമ്പുരാട്ടിപ്പാറയിൽ എത്താൻ പോകുന്നത്. തമ്പുരാട്ടിപ്പാറ കണ്ട, ഗണപതിയുടെ വിഗ്രഹം എത്താറായ പിന്നെ അപ്പുറത്തോട്ട് നേരത്തെ വച്ച കമ്പി അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സൂക്ഷിച്ച് നടന്നാൽ നമുക്ക് കൊള്ളാം. കണ്ട, ഗണപതിയുടെ വിഗ്രഹം. പെട്ടെന്ന് ഇത് ഗണപതിയാണെന്ന് തോന്നൂല, ദൂരെ നിന്ന് നോക്കുമ്പോൾ. താഴേക്ക് നിന്ന് നോക്കുമ്പം പെട്ടെന്ന് തോന്നൂല ഗണപതിയാണെന്ന്. ചിലവർ വിചാരിക്കും ഭദ്രകാളിയാണെന്ന്. കണ്ട, അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. മലയോര പ്രദേശമല്ലേ, മലയും കുന്നും. ഇത് അപ്പുറത്ത് കോറിയാണ്.
ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക എന്ത് ഭംഗിയാണെന്നാ. ഇത് സൂര്യാസ്തമയം. ഞാൻ പറയുന്നില്ല. സൂര്യാസ്തമിക്കാറായപ്പോഴാണ് നമ്മൾ അവിടെ വന്നത്. വരുന്നെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ അടുപ്പിച്ച് വരണം. എന്നാൽ സൂര്യാസ്തമയം എല്ലാം കണ്ടിട്ട് പോകാം. അപ്പോൾ നല്ല തണുപ്പുമായിരിക്കും, നല്ല കാറ്റും അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് പറവ പോകുന്നത് കണ്ട്, ഒരു കൂട്ടം പറവകൾ നല്ല ഭംഗിയത് പോകുന്ന കാണാം. ഇത് ഞാൻ കാണിച്ചെന്നല്ലോ സൂര്യാസ്തമയം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.